അപ്പോൾ നമുക്കിന്നൊരു ഓട്ടം വന്നിട്ടുണ്ട്. നമുക്ക് കോയമ്പത്തൂരിലേക്കാണ് ഓട്ടം വന്നിട്ടുള്ളത്. നമ്മൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഇത് ഈ കിടക്കുന്ന വില്ലീസാണ് നമുക്ക് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഇത് കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ വണ്ടി നമുക്ക് വലിച്ച് കയറ്റണം. അപ്പോൾ ഈ വണ്ടിയാണ് നമുക്ക് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകണം. ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. ആളും ഭയങ്കര അഗ്രസീവാണ്. കാണാം, ഒരു രക്ഷയില്ല. ഇവരെ മാറ്റിയാലേ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഒന്ന് പെറുക്കി മാറ്റട്ടെ. അങ്ങനെ അതേ നമ്മുടെ വണ്ടി ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയൊരു ഗ്യാപ്പാണ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ വണ്ടി ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാനും കഴിയില്ല. കാരണം ഗേറ്റ് കുറച്ച് സീനാണ്. അതിൻ്റെ മുകളിൽ നമ്മളെ വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോൾ തട്ടും. പിന്നെ വണ്ടിയുടെ വീലും മൊത്തത്തിലെല്ലാം ജാമാണ്. ഇനി മെക്കാനിക്ക് വരാണ്ട് ഒരു രക്ഷയില്ല. എന്തായാലും മെക്കാനിക്ക് വരാണ്ട് ഒരു പരിപാടി നടക്കില്ല. മെക്കാനിക്ക് വന്നിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഞാൻ വിഞ്ചൊക്കെ വലിച്ച് കയറ്റാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ നടക്കണില്ല. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മളെ വണ്ടി ജീപ്പ് നമ്മളെ വണ്ടിയുടെ മുകളിൽ കയറ്റി ഇതിൻ്റെ ജോയിൻ്റൊക്കെ ഫ്രീ ആക്കിയിട്ടാണ് ഇതിൻ്റെ വീൽ ജാമും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്തത്. കുറച്ച് കഷ്ടപ്പാടായിരുന്നു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഓടി നമ്മൾ വാളയാറ് ടോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം നേരെ നമുക്ക് വണ്ടി ഇറക്കേണ്ട ലൊക്കേഷനിലേക്ക് പോകാം. അങ്ങനെ കോയമ്പത്തൂർ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി വണ്ടി അൺലോഡ് ചെയ്തിട്ടുണ്ട്. അൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ വീല് ജാമായിരുന്നു. ലാസ്റ്റ് വീണ്ടും ജോയിൻ്റൊക്കെ അഴിച്ച് ഇറക്കിയിട്ടാണ് വണ്ടി സെറ്റാക്കി ഇറക്കിയത്. അങ്ങനെ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലെത്തിച്ച് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം.